ബംഗാളിൽ ജ്യോതി ബസു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നയനാരായിക്കോട്ടെ, അച്യുതാനന്ദനായിക്കോട്ടെ, പിണറായി വിജയനായിക്കോട്ടെ, ഏറ്റവും ക്രൂരമായിട്ട് അടിച്ചമർത്തുന്നത് നക്സലൈറ്റുകൾ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേഡറിനെ ഇവർ വലിച്ചുകൊണ്ട് പോകും. കാരണം ഒറിജിനൽ തിയറി അവർ പറയുന്നതാണ് ശരി. ഉന്മൂലന സിദ്ധാന്തം ഇതൊക്കെ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. CPM വോട്ട് കിട്ടില്ല, നക്സലൈറ്റുകൾക്ക് വോട്ട് വേണ്ട, അവർ ആയുധം വഴിയല്ലേ അധികാരത്തിൽ. അതുകൊണ്ട് അവരിത് തുറന്നു പറയും. മറ്റവർ ഈ കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്ന ലാഘവത്തോടുകൂടി ഇവർ ഉന്മൂലനം ചെയ്യണം, ഉപയോഗിക്കുന്ന വാക്ക് പറയാണ് അനിഹിലേഷൻ എന്ന് പറയും. അങ്ങനെ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം സ്റ്റാലിൻ ചെയ്ത കാര്യം, ലെനിൻ സ്റ്റാലിനൊക്കെ ഇത് തന്നെയാണല്ലേ ചെയ്തത്. എത്ര 2-2.5 കോടി ആൾക്കാരെയൊക്കെ കൊന്നിട്ട് കമ്മ്യൂണിസം സ്ഥാപിക്കുക. പോൾ പോട്ട് 50% ദരിദ്രരാണ് പറഞ്ഞപ്പോൾ പോൾ പോട്ട് പറഞ്ഞു 50% അങ്ങ് കൊന്നേക്ക് തീർന്നില്ലേ, 100% പണക്കാരായില്ലേ. അങ്ങനെ 50% കൊന്നു. പിന്നീട് ഈ കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോഴാണ് പോൾ പോട്ട് കൊന്ന് വലിയ മല പോലത്തെ തലയോട്ടികളുടെ കൂമ്പാരം ഇതൊക്കെ പുറത്തു വന്ന. അതാണ് ഒറിജിനൽ കമ്മ്യൂണിസം. ഇപ്പോൾ ഈ ഒറിജിനൽ കമ്മ്യൂണിസത്തിലേക്ക് ആളുകൾ ആകൃഷ്ടരായി തങ്ങളുടെ കേഡർ ബേസ് തകർന്നു പോകുമെന്ന് ഭയന്നിട്ടാണ് വളരെ ശക്തമായിട്ട് നക്സലൈറ്റുകളെ പിണറായി വിജയൻ നേരിടുന്നത്. അത് പലരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അന്തം വിട്ടു പോകുന്നു. ആഫ്റ്റർ ആൾ ഒരേ കിതാബിൽപ്പെട്ട ആൾക്കാരില്ലേ, അവരുടെ പേരിൽ നിങ്ങൾ UAPA ചുമത്ത് അവരെ ദ്രോഹിക്കുക ചെയ്യും. ബ്ലാക്ക് തണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നക്സലൈറ്റുകളെ നേരിടാൻ പ്രത്യേക സേനയൊക്കെ ഉണ്ട്. ഏറ്റവും അധികം നക്സലൈറ്റുകളെ ക്രൂരമായിട്ട് നേരിട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അത് ബംഗാളിലും അതെ, കേരളത്തിലും അതെ.